നമസ്കാരം. ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. മതന്യൂനപക്ഷങ്ങളെ ഏറ്റവും അധികം അടിച്ചമർത്തുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. മുസ്ലിം രാജ്യങ്ങൾ ഒരുപക്ഷെ മതന്യൂനപക്ഷങ്ങൾ ഏറ്റവും അധികം ഭീഷണി നേരിടുന്ന ഒരു രാജ്യവും പാകിസ്ഥാൻ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ വത്തിക്കാൻ്റെ ഔദ്യോഗിക മാധ്യമമായ വത്തിക്കാൻ ന്യൂസ് പുറത്തുവിട്ട ഒരു വാർത്തയാണ് ഏറെ ശ്രദ്ധേയമായി മാറുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് പാകിസ്ഥാനിൽ വിപുലമായ തോതിൽ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു എന്നാണ്. കഴിഞ്ഞ കുറേ നാളുകളായി മറ്റ് മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ പാകിസ്ഥാനിലെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ നടത്തുന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ് ഇക്കുറിയും അവിടെ ക്രിസ്മസ് ആഘോഷിക്കാൻ ക്രൈസ്തവർ തയ്യാറെടുക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പാകിസ്ഥാനിലെ ഭരണകൂടമാകട്ടെ അവിടുത്തെ മത നേതാക്കളാകട്ടെ എല്ലാവരും തന്നെ ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാര്യം അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുകയും അല്ലെങ്കിൽ അവരെ കൊല്ലുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ്. പലപ്പോഴും ആരാധന പോലും നടത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാനിലെ മറ്റ് മതങ്ങളുടെ, അതായത് ക്രൈസ്തവ, ഹിന്ദു, സിഖ് മതങ്ങളുടെയൊക്കെ തന്നെ ആരാധനാലയങ്ങളിലെ ഒരവസ്ഥ. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഇപ്പോൾ അവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങളും അതുപോലെ സഭയൊക്കെ ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് ഈ ആഘോഷം നടത്തുന്നതെന്നാണ് വത്തിക്കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടുത്തെ ആരാധനാലയങ്ങളിൽ, പള്ളികളിലൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിശ്വാസികളെ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഉള്ളിലേക്ക് കടത്തിവിടുക എന്നാണ് അവിടുത്തെ സുരക്ഷാ വൃത്തങ്ങളും ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാ കാലത്തും ഈ തീവ്രവാദ സംഘടനകൾക്കാണ് മേൽക്കൈ, അല്ലെങ്കിൽ സൈന്യത്തിനാണ് മേൽക്കൈ. അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദ സംഘടനകൾ കാട്ടിക്കൂട്ടുന്ന മതവിദ്വേഷ പരിപാടികൾക്കെല്ലാം തന്നെ അവിടുത്തെ സൈന്യവും പോലീസും ഭരണകൂടവും ഒക്കെ തന്നെ കൂട്ടുനിൽക്കുന്ന ഒരവസ്ഥയാണ് നേരത്തെയും കണ്ടിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പാകിസ്ഥാനിലെ ക്രൈസ്തവർ ഒരുങ്ങുന്നത്. ഏതായാലും വിശ്വാസത്തിൻ്റെ പാതയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് അവിടെയുള്ള വിശ്വാസികൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഈ വത്തിക്കാൻ ന്യൂസിൻ്റെ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ക്രൈസ്തവർ മതന്യൂനപക്ഷങ്ങളാണെങ്കിൽ പോലും ഇവിടെ ഒന്നും തന്നെ അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നില്ല. എന്ന് മാത്രമല്ല, ക്രിസ്മസ് ആഘോഷിക്കാൻ എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് പങ്കുചേരുന്നു എന്നുള്ളൊരു പ്രത്യേകത ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുണ്ട്. അതുപോലെ വിദേശ രാജ്യങ്ങളിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഭീഷണി അവർ നേരിടുന്നില്ല. അറബ് രാജ്യങ്ങളിലും ക്രിസ്മസ് ആഘോഷിക്കുന്നതിനും തന്നെ യാതൊരു തടസ്സവുമില്ല. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് നമുക്കറിയാം, അവിടെ ഈ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നവരും മത തീവ്രവാദ സംഘടനകളും ഏറ്റവും അധികം ഉള്ള ഒരു രാജ്യം ആണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസികൾക്ക് നേരെ അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ഭയം ഇപ്പോഴും വിശ്വാസികൾക്കുണ്ട്. എങ്കിൽ പോലും ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവിടെ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പാണ് അവർ നടത്തുന്നത്. വീടുകളൊക്കെ തന്നെ ക്രിസ്മസ് വിളക്കുകൾ തൂക്കിയും കരോൾ സംഘങ്ങളുമൊക്കെ ആയി അവർ വളരെ വിപുലമായി തന്നെയാണ് ഇക്കുറിയും ക്രിസ്മസ് ആഘോഷിക്കുന്നത്. പക്ഷേ അതിനെല്ലാം തന്നെ കൃത്യമായ സുരക്ഷ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വത്തിക്കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാനിലെ വിവിധ പ്രവിശ്യകളിലുള്ള പ്രധാന ദേവാലയങ്ങളിലും ക്രൈസ്തവ ജനവാസ മേഖലകളിലും സായുധ പോലീസിനെയും സുരക്ഷാ സേനയെയും വിന്യസിച്ചിട്ടുണ്ട്. പെഷവാർ, കൊറ്റ തുടങ്ങിയ എപ്പോഴും സംഘർഷം ഉണ്ടാകാറുള്ള മേഖലകളിലൊക്കെ തന്നെ ഇക്കുറി കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ചുരുക്കത്തിൽ പാകിസ്ഥാനിൽ ഇത്തവണയും ക്രിസ്മസ് ആഘോഷം നടക്കുന്നത് കനത്ത സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുതന്നെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന വൈദികരൊക്കെ തന്നെ ഈ കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവർ ചൂണ്ടിക്കാട്ടുന്നത് പാകിസ്ഥാനിൽ ഇത്രയും പ്രശ്നങ്ങൾ നിലവിലുണ്ട് എങ്കിൽ പോലും തങ്ങൾ വിശ്വാസികൾ എന്നുള്ള നിലയിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ തന്നെ തയ്യാറെടുക്കുന്നത്. സർക്കാരും പ്രാദേശിക ഭരണകൂടങ്ങളുമൊക്കെ തന്നെ ഇക്കാര്യത്തിൽ സുരക്ഷ ഉറപ്പ് തന്നിട്ടുണ്ട് എങ്കിൽ പോലും നേരിയ തോതിലുള്ള ആശങ്ക അവർക്കുമുണ്ട് എന്നുള്ളത് സത്യമാണ്. പാകിസ്ഥാനിൽ പലപ്പോഴും ഉണ്ടാകാറുള്ളത് അപ്രതീക്ഷിതമായ തീവ്രവാദി ആക്രമണങ്ങളാണ്. തീവ്രവാദി മേഖല അല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇവർ പെട്ടെന്ന് പതിയിരുന്ന് ആക്രമിക്കുന്ന തീവ്രവാദ സംഘടനകൾ അവിടെ വ്യാപകമാണ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന് നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലൊക്കെ തന്നെ പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങൾ പലപ്പോഴും ഭയപ്പാടോട് തന്നെയാണ് അവിടെ ക്രിസ്മസ് ആഘോഷിക്കാറുള്ളത് എങ്കിൽ പോലും ഇക്കുറിയും അക്കാര്യത്തിൽ യാതൊരു മാറ്റവും വരുത്തേണ്ട എന്ന് തന്നെയാണ് അവിടുത്തെ മത മേലധ്യക്ഷന്മാരും തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഇക്കുറിയും പതിവ് പോലെ ലളിതമായ രീതിയിൽ തന്നെയാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ സഭാ നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. അതല്ലാതെ വലിയ തോതിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും വൻതോതിൽ ജനക്കൂട്ടം എത്തുകയും ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കെയാണ് നേരത്തെയുമൊക്കെ ഈ തീവ്രവാദി ആക്രമണം ഉണ്ടായിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയിലെ ഒരു ക്രൈസ്തവ ദേവാലയത്തിന് നേരെ മുസ്ലിം തീവ്രവാദ സംഘടന നടത്തിയ ആക്രമണം നമുക്ക് ഓർമ്മയുണ്ട്. എത്രയോ പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അതുപോലെ പാകിസ്ഥാനിലെ പോലെ തീവ്രവാദികൾക്ക് അഴിഞ്ഞാടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു രാജ്യത്ത് ക്രിസ്മസ് ആഘോഷിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം വളരെ ലളിതമായ തോതിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ സഭാ മേലധ്യക്ഷന്മാർ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. വരും ദിവസങ്ങളിലും ക്രിസ്മസ് ആഘോഷങ്ങൾ കൂടുതൽ മികച്ച രീതിയിൽ നടത്താനാണ് ക്രൈസ്തവ സഭ തീരുമാനിച്ചിട്ടുള്ളത്. എങ്കിലും ആ തീവ്രവാദ ഭീഷണി തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വിഷയം അവിടെ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഓസ്ട്രേലിയയിൽ ജൂതവംശജർക്ക് നേരെ കഴിഞ്ഞ ആഴ്ച നടന്ന തീവ്രവാദി ആക്രമണമാണ് ഇപ്പോഴും പലരുടെയും മനസ്സിൽ നിൽക്കുന്നത്. മറ്റ് മതങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത പാകിസ്ഥാനിലെ മുസ്ലിം തീവ്രവാദ സംഘടനകൾ
ഇക്കാര്യത്തൊക്കെ തന്നെ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജൂതന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം നടക്കുന്ന വേളയിലാണ് അവർ ഒത്തുകൂടുമ്പോൾ അവിടെ ആക്രമണം നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാനിൽ ഓസ്ട്രേലിയയിലെ പോലെയല്ല, ഇവിടെ തീവ്രവാദ സംഘടനകൾ എങ്ങും വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആക്രമണം നടത്താൻ വളരെ എളുപ്പവുമാണ് എന്നുള്ള ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. പല പാശ്ചാത്യ രാജ്യങ്ങളിലെ ജൂതവംശജർ പോലും ഇപ്പോൾ ജനിച്ചു വളർന്ന പാശ്ചാത്യ രാജ്യങ്ങൾ ഉപേക്ഷിച്ച് സ്വന്തം നാടായി ഇസ്രായേലിലേക്ക് പോകാൻ തയ്യാറെടുപ്പ് നടത്തുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു സന്ദർഭമാണ് ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ. ഏതായാലും ജൂതന്മാരെ പോലെ തന്നെ ക്രൈസ്തവരെയും അതുപോലെ മറ്റു മതങ്ങളെയൊക്കെ തന്നെ തീവ്രവാദ സംഘടനകൾ പാകിസ്ഥാനിൽ ലക്ഷ്യമിടുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും അവർക്ക് അവിടെ ഈ ആഘോഷങ്ങൾ നടത്താനുള്ള ഒരു ആത്മധൈര്യം പകരുന്നത് അതിൻ്റെ വിശ്വാസമാണ്. അത് അവരുടെ വിശ്വാസത്തിലധിഷ്ഠിതമായ ഒരു ആത്മവിശ്വാസം തന്നെയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ലോകമെമ്പാടുള്ള ക്രൈസ്തവർക്കൊപ്പം പാകിസ്ഥാനിലെ ക്രൈസ്തവരും വളരെ സമാധാനപരമായി അതേസമയം ലളിതമായി തന്നെ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്.